വരും, പിന്നെ കറുത്ത രൂപത്തിൽ വരും, പിന്നെ അമ്മ സുന്ദരിയായിട്ട് വരും. അല്ല, വെള്ളം പോലും ഇറക്കാൻ മേലാതെ കിടക്ക് വരുന്നില്ലേ നിങ്ങളിപ്പോ പറഞ്ഞത്? പിന്നെ അണ്ണാക്കി ചോർപ്പ് വെച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുത്തോ കരിക്കും വെള്ളം? എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നായിരിക്കും നിങ്ങളിപ്പോ ചിന്തിക്കുന്നത്. അത് അധികം ചിന്തിച്ച് നേരം കളയണ്ട, ഇതത് തന്നെയാ. ഈ സാധനത്തിന് DJ വൽക്കരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൂട്ടിയിരിക്കുന്ന കോപ്രായമാണ് നിങ്ങൾ ഇതിനു മുന്നേ കണ്ടത്. ഉള്ളത് പറയാലോ, നല്ല ബോറായിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാട്ടിനെ നശിപ്പിക്കരുത് പ്ലീസ്. അത് പറഞ്ഞപ്പോളാ ഇതിന്റെ ഒരു റീമേക്ക് വെർഷൻ ഇറങ്ങിയിട്ടുണ്ട്. സാധനം നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇത് കൊള്ളാം സാധനം. പെർഫോമൻസും ലിറിക്സും ഫുള്ള് സെറ്റപ്പ് പുള്ളിയുടെ സ്വന്തം വകയാണ്. എന്തായാലും മറ്റേ DJ വൽക്കരിച്ചതിനേക്കാളും ഇത് കൊള്ളാം. ഓരോ സമയത്ത് ഓരോ ട്രെൻഡുകൾ ഇറങ്ങുന്നപോലെയാണ് ഇപ്പോൾ ഓരോ സമയത്ത് ഓരോ ടൈപ്പ് ദൈവങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹനുമാൻ കയറിയതാണെന്നും പറഞ്ഞുകൊണ്ട് കുരങ്ങനെ മിമിക്രി ഇടുന്ന ചേട്ടൻ, തുള്ളൽ അമ്മച്ചി, അങ്ങനെ പല പല വെറൈറ്റി ദൈവങ്ങൾ ഇറങ്ങിയായിരുന്നു. ഇപ്പൊ പുതിയൊരു ദേവി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അടുത്ത വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് IPL ഒക്കെ തുടങ്ങിയായിരുന്നു, നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അപ്പൊ IPL ഗെയിം കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ലോട്ടസ് 365. അപ്പൊ ഇതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആരാണ് ടോസ് വിൻ ചെയ്യുന്നത്, ആരാണ് മാച്ച് വിൻ ചെയ്യുന്നത്, അതുപോലെ ഒരു 50ഓളം ചോദ്യങ്ങൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പൊ ഇതിനൊക്കെ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രൈസ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ലോട്ടസ് 365 രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു 365 റുപ്പീസ് ബോണസ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ 24 അവേഴ്സ് നമുക്ക് കസ്റ്റമർ സപ്പോർട്ടും ഉണ്ട്. ഇപ്പൊ തന്നെ 10 മില്യന് മുകളിൽ യൂസേഴ്സ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്രിക്കറ്റ് മാത്രമല്ല, മറ്റ് 200ഓളം ചോദ്യങ്ങൾക്ക് നമ്മുടെ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് നമുക്ക് സമ്മാനങ്ങൾ ഏൺ ചെയ്യാനായിട്ട് പറ്റും. സുനിൽ ഷെട്ടി, കാജൽ അർവാൾ, നേഹ ശർമ്മ, ഉർവശി റാട്ടുവല പോലെയുള്ള ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർമാർ. അപ്പൊ നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഫസ്റ്റ് കമന്റിലും കൊടുത്തിരിക്കാം. അപ്പൊ താല്പര്യമുള്ള എല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ചാമ്പലിന്റെ കളറില്ലേ, ആ കളറിൽ ദേവി വരും, പിന്നെ കറുത്ത രൂപത്തിൽ വരും. അപ്പൊ ഇതാണ് നമ്മുടെ ആള്. അല്ല, അതായത് ദേവി. പേര് വിജി. ഞാൻ ഈ 9 വർഷമായിട്ട് കുന്നിൽ കൊച്ചു കൊടുങ്ങല്ലൂർ ക്ഷേത്ര ട്രസ്റ്റ്. കൊള്ളാം, നല്ല ബെസ്റ്റ് പേര്. കുന്നിൽ കൊച്ചു കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ആയിരിക്കും അല്ലേ? കുന്നിൽ കൊച്ചു കൊടുങ്ങല്ലൂർ ക്ഷേത്ര ട്രസ്റ്റ് അമ്പലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കലാപരിപാടിയിലോട്ട് കടക്കാം. ഇങ്ങനെ ദേവി വന്ന് ചുമരിൽ വന്ന് കൂടിയിരുന്നതിന് ശേഷം ആണ് ഈ കാവിന്റെ വള്ളിയൊക്കെ സ്വയം വന്നതാണ്. ഓഹോ, നിങ്ങളുടെ എവിടെയൊക്കെ ഇങ്ങനെ കാടുണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവി കുടിയിരിക്കുമ്പോഴാണല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ പറമ്പിൽ ഫുള്ള് ദേവിമാരാ. ഒരു മാസം കളനാശിനി അടിച്ചില്ലെങ്കിൽ മഴക്കാലം കൂടെ ആണെങ്കിൽ പറയണ്ട, ദേവിമാരെ തട്ടിയിട്ട് പറമ്പിലിറങ്ങാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. ഈ വള്ളികളെല്ലാം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ വന്ന് വെട്ടിക്കളയും തോറും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കളനാശിനി അടി നല്ല സ്ട്രോങ് ആയിട്ട് ഒരു 2 ബക്കറ്റ് കലക്കി ചോട്ടിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കും. നല്ല വെയിലുള്ള സമയം നോക്കി, പിന്നെ വേര് പോലും ഉണ്ടാകത്തില്ല. ഇതിനകത്തോട്ടാണ് പിന്നെ ദേവി കുടികൊണ്ടിരുന്നത്. ഇതിപ്പോ ദേവി വന്നപ്പോ വീടിന്റെ പുറത്തുണ്ടായ വ്യത്യാസങ്ങളാണ് അമ്മച്ചി നമ്മളെ കാണിച്ചു തന്നത്. ഇനി വീടിന്റെ അകത്തുണ്ട്, അതാണ് ഇതിനകത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം. വീടിനകത്തെ സാധനങ്ങൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. പെട്ടെന്ന് തന്നെ ഒരു വാള് പോലെ ഇങ്ങനെ ഈ നിഴല് പോലെ ഇങ്ങനെ ഒരു വാളാണ് ആദ്യം വന്നത്. ഇത് വാളല്ലേ? ഇത് കണ്ടിട്ട് വാളാന്ന് പറഞ്ഞവനെ കോടാലിക്ക് വെട്ടണം. ആരാടാ പറഞ്ഞത് ഇത് വാളാന്ന്? ആരാണ്ട് ക്രിക്കറ്റ് കളിച്ചിട്ട് ബാറ്റ് കൊണ്ട് ചാരി വെച്ചപ്പോ മണ്ണ് പറ്റിയിരിക്കുന്നത് കണ്ടിട്ട് വാള് തെളിഞ്ഞു വന്നു. ഇത്ര കഴിവില്ലാത്ത ഒരു ദേവിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഭിത്തിയിലൊരു വാളിന്റെ പടം വരയ്ക്കാൻ മേലാത്ത ആളെയൊക്കെയാണോ ദേവി എന്നും പറഞ്ഞ് പൂജിക്കുന്നത്? അമ്മച്ചി അതൊന്ന് ചിന്തിച്ചു നോക്ക്. ദേവിയുടെ ആദ്യമേ വാളിന്റെ പടം ഒന്നും മര്യാദയ്ക്ക് വരച്ച് കാണിക്കാൻ പറ, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. നോക്കി നിൽക്കവേ ഞങ്ങൾക്കൊരു ദിനേശ് പോറ്റി ഉണ്ടായിരുന്നു. പുള്ളിക്കാരെ പോറ്റി പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞ് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ്. ദിനേശ് പോറ്റി ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. നോക്കിക്കൊണ്ട് നിൽക്കവേ അമ്മേരെ കണ്ണ് വന്ന്. വിഷുവിന്റെ അന്നാണ് ദേവി വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ദിനേശൻ പോറ്റി വരുന്നത് വരെ ദേവി കണ്ണ് തുറക്കാതെ പിടിച്ചു തന്നത്. കാരണം ദിനേശൻ പോറ്റിനെ വേണമല്ലോ ദേവിക്ക് കണി കാണാൻ. ഈ രൂപങ്ങളെല്ലാം തെളിഞ്ഞ് വന്ന് പൂർണ്ണമായത്. അത് 3 ദിവസം കൊണ്ട് പൂർണ്ണമായി. ആ രൂപം അതൊന്നുകൂടെ ഒന്ന് കാണിച്ചേ. ഇത് തീരെ കലാവാസന ഇല്ലാത്ത ദേവിയായി പോയല്ലോ അമ്മച്ചി. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. അല്ല, അത് പിന്നെ അങ്ങനെയാ. ദേവിമാർക്ക് എല്ലാവർക്കും ദൈവം ഒരേപോലെ വാസന കൊടുക്കത്തില്ലല്ലോ. പിന്നെ ഇത് ദേവി ഏതാണെന്ന് അറിയാൻ വേണ്ടി തിരുമേനി പോറ്റി വരച്ചെടുത്താണ്. അപ്പം ദേവിയുടെ കലാവാസനയ്ക്കല്ല പ്രശ്നം, ദിനേശൻ പോറ്റിക്കാണ് പ്രശ്നം.
ദിനേശൻ പോറ്റിയോട് നാളെ തൊട്ട് ഡ്രോയിങ് ക്ലാസ്സിന് പോകാൻ പറയണം കേട്ടോ. കുഴപ്പമില്ല തിരുമേനി, നല്ലൊരു ഡ്രോയിങ് ക്ലാസ്സിന് പോയാൽ മതി. ഒരു 2-3 മാസം കൊണ്ട് ഏകദേശം ഒരു ഔട്ട്ലൈൻ ഒക്കെ വരയ്ക്കാനുള്ള സെറ്റപ്പിലോട്ട് അവർ എത്തിച്ചേരും. ഓക്കെ, വരച്ചെടുത്തതാണ്, ഏത് ദേവിയെന്ന് അറിയാൻ വേണ്ടി വരച്ചെടുത്ത. ഇപ്പൊ എന്തായാലും ഇത് ആരാ മുഴുവൻ വരച്ചേ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. തിരുമേനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിനേശൻ പോറ്റി ആയിരിക്കും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച കരങ്ങൾ. അല്ലേലും ദിനേശൻ പോറ്റി വരുന്നത് വരെ തെളിഞ്ഞു വരാൻ ദേവി വെയിറ്റ് ചെയ്ത് നിന്നു പറഞ്ഞതേ എനിക്ക് തോന്നി ഇത് ദിനേശൻ പോറ്റിയുടെ കൈകൊണ്ട് വിരിഞ്ഞ കലാവിരുതാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അമ്മേരെ ഈ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം കണക്ക് കണ്ണുനീര് വാർന്നിങ്ങനെ വന്നോണ്ടിരുന്നപ്പം വരും, കണ്ണിക്കൂടെ വരും. മഴക്കാലത്തല്ലേ? ചേച്ചി ഉടനെ തന്നെ വീടിന്റെ ഉത്തരം ഒന്ന് ശ്രദ്ധിക്കണം. ഭിത്തി വഴി മഴക്കാലത്ത് വെള്ളം താഴോട്ട് ഇറങ്ങുന്നുണ്ട്. ഉടനെ എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദേവീനെയും വാളും പരിചയം എല്ലാം കൂടെ നിലത്തുനിന്ന് തൂത്തുവാരി എടുക്കേണ്ടി വരും. അതിനുശേഷം ആ കൈകൾ വന്നപ്പോഴാണ്, അന്ന് രക്തത്തിന്റെ കളറായിരുന്നു, ഇത്തുകൂടെ നല്ല കളറായിരുന്നു. കൊള്ളാലോ, ദേവി കോൺഗ്രസ്സുകാരിയാണെന്നാ തോന്നുന്നത്. അതാ ഭിത്തിയിൽ ആദ്യമേ കൈപ്പത്തി അടയാളം പതിപ്പിച്ചത്. ഈ കൈകൾ മൊത്തം ഇപ്പൊ എന്റെ കൈ കൊണ്ട് ഇങ്ങനെ പതിഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ പതിയുകയാണെങ്കിൽ തെളി. ഇതിപ്പോ ഭിത്തി നിറച്ച് കൈപ്പത്തിയാണല്ലോ. ഇതിപ്പോ ഭിത്തി വഴി അള്ളിപ്പിടിച്ച് ദേവി എവിടെ കയറിപ്പോയതാ? അപ്പുറത്ത് ബാത്റൂം വല്ലതും ഉണ്ടോ? ഇത് മറ്റേതാ കാണാൻ കയറിയത്. എന്നാലും അതല്ലല്ലോ, ഇതുപോലത്തെ കൈപ്പത്തി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇത് തന്നെ സാധനം. കുളിസീൻ കാണാൻ കയറുമ്പോൾ കാലിങ്ങനെ പിണഞ്ഞ് കയറി കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പമായിരിക്കും. ഇങ്ങനെ പണഞ്ഞ് കയറിയ പെട്ടെന്ന് മേളിലെത്തും. ദേവിയുടെ കൈപ്പത്തി കണ്ടില്ലേ, ഇങ്ങനെ പെണഞ്ഞാ പോയിരിക്കുന്നേ. ഇങ്ങനെ പതിയുകയാണെങ്കിൽ തെളിയിച്ച് കാണിച്ചു തരും. പിന്നെ കൈപ്പത്തി ദേവിക്ക് മാത്രമല്ല അവിടെ പതിപ്പിക്കാൻ പറ്റുള്ളൂ. മനുഷ്യന്മാർക്കാർക്കും കൈയും കൈപ്പത്തിയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമുക്ക് ദേവിയുടെ അന്നങ്ങ് വിശ്വസിച്ചേക്കാം അല്ലേ? ഇപ്പൊ നിങ്ങൾ ആദ്യം ഷൂട്ട് ചെയ്ത കണക്കല്ലേ ഇരിക്കുന്ന. ഏയ്, എനിക്കൊരു മാറ്റം തോന്നുന്നില്ല. ഉള്ളത് പറയാലോ, എനിക്കൊരു മാറ്റവും തോന്നുന്നില്ല. ഇപ്പൊ നിങ്ങൾ ആദ്യം ഷൂട്ട് ചെയ്ത കണക്കല്ലേ ഇരിക്കുന്ന. ആകപ്പാടെ ഞാൻ കണ്ട ഒരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്യാമറയുടെ ആംഗിളിൽ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അതല്ലാതെ കൈപ്പത്തിക്ക് അവിടെ യാതൊരു മാറ്റവും വന്നിട്ടില്ല. തെളിഞ്ഞു വരുന്നത് ഒളിഞ്ഞു വരുന്നതൊന്നും ഞാൻ ഇതിനകത്ത് കണ്ടില്ല. നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേരെ. അപ്പൊ അമ്മ തന്നെ പറഞ്ഞ് എന്നെ ഇങ്ങോട്ടൊരു ഇതിലോട്ട് മാറ്റാൻ പറഞ്ഞു. അല്ല, അതല്ല ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഈ ചെളി പറ്റിയപ്പോൾ തെളിഞ്ഞു വന്ന കൈപ്പത്തിയും അതല്ലാതെ ആർട്ടിസ്റ്റ് പോറ്റിയുടെ കലാവിരുതും അതൊന്നും അല്ലാതെ അത്ഭുതങ്ങളൊന്നും നടന്നിട്ടില്ലേ? അല്ല, സാധാരണ എനിക്ക് അത് വെച്ചാണല്ലോ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് രീതി. ഇവിടെ അത് നടന്നു, ഇവിടെ ഇത് നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? അങ്ങനത്തെ സാധനമൊന്നുമില്ല ഇവിടെ. എൻ്റെ കുഞ്ഞമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിജിമോളെ പെട്ടെന്ന് മക്കളിഞ്ഞ് വാ, ഒരു വണ്ടിയും വിളിച്ച് എന്നെ പെട്ടെന്ന് മെഡിക്കലിൽ കൊണ്ടെത്തിക്കാൻ. ഭാഗ്യം. അത്ഭുതമുണ്ട് കേട്ടോ, അത്ഭുതമുണ്ട്. ആരും പോകണ്ട. അമ്മച്ചിയുടെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള അത്ഭുതമുണ്ട്. നമുക്ക് അതുകൂടെ കാണാം. കിഡ്നി പോയി, കരള് പോയി. അമ്മച്ചി എനിക്ക് വേണമെന്ന് പറഞ്ഞു. ആ ചരടും 3 ഇളനീരും കൂടെ ഒരു പൊതിയിൽ സിന്ദൂരോടെ കൊടുത്ത് വിട്ട്. കരിക്കിനകത്ത് കുങ്കുമോ? അതെന്ത് ഡ്രിങ്കാ? കൂടത്തിൽ ചരടും ഉണ്ട് കേട്ടോ. മിക്കവാറും 3 കൂടെ സമാസമ അരച്ച് കൊടുത്തു കാണും. ഒരു പൊതിയിൽ സിന്ദൂരോടെ കൊടുത്ത് വിട്ട് ആ വെള്ളം മുഴുവനും കുടിച്ച്. വെള്ളം ഇറക്കൂലായിരുന്നു. അല്ല, വെള്ളം പോലും ഇറക്കാൻ മേലാതെ കിടക്കുവരുന്നല്ലേ നിങ്ങളിപ്പോ പറഞ്ഞത്? പിന്നെ അണ്ണാക്കി ചോർപ്പ് വെച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുത്തോ കരിക്കും വെള്ളം? ആ വെള്ളം മുഴുവനും കുടിച്ച്. വെള്ളം ഇറക്കൂലായിരുന്നു. വെള്ളം പോലും ഇറങ്ങാൻ മേലാതെ കിടന്ന ആളുടെ അണ്ണാക്കിലോട്ട് കരിക്കും കുങ്കുമോടെ കലക്കി ഒഴിച്ചു കൊടുത്തു. കൊല്ലാൻ നോക്കിയാൽ നിങ്ങളെ പോലീസ് പിടിച്ചില്ലേ എന്നാ ഞാൻ ആലോചിക്കുന്നത്. മൈനാരു വെട്ടി കത്തി പത്മിനി കൈത്തില്ല താലിക്കട്ട നെത്തിലി. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.